ഹായ് സേതു, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് എല്ലാവരും പള്ളിയിൽ പോകാനുള്ളൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ തിരക്കിനിടയിലും ഇന്നത്തെ കാലാവസ്ഥ പറയാൻ ഞങ്ങൾ മറന്നിട്ടില്ല. അതുപോലെ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, പതിവ് പോലെ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഈ കനത്ത ചൂട് തുടരുന്നതിനിടെ അടുത്ത 5 ദിവസത്തേക്ക് വ്യാപക മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒരു ജില്ലയിലും പ്രത്യേക മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇന്ന് കന്യാകുമാരി തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത ഉണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതുകൊണ്ട് ഈ കടലാക്രമണത്തിന് സാധ്യത ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. ഈ കള്ളക്കടൽ പ്രതിഭാസമുള്ള സമയത്ത് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ഈ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ഈ മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ഈ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ചൂട് കൂടുന്നൊരവസ്ഥയാണെന്നല്ലേ. അപ്പോൾ നിലവിൽ ഏതൊക്കെ ജില്ലയിലാണ് ഉയർന്ന ചൂടെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട്. പിന്നാലെ കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് 35 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സംസ്ഥാനത്തെ നിലവിലെ കാലാവസ്ഥയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ മഴയായാലും വെയിലായാലും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്കൈ വാച്ചുമായി നാളെ വീണ്ടും കാണാം.